നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് വാർത്ത. കോഴിക്കോട് സ്വദേശി അക്ഷയ് ചന്ദ്രനാണ് മരിച്ചത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൂരജ്, എപ്പോഴാണ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്താണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ഇന്ന് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തുന്നത്. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഈ മരിച്ച അക്ഷയ് ചന്ദ്രൻ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 22 വയസ്സായിരുന്നു പ്രായം. കോഴിക്കോട് നന്മണ്ട വില്ലേജിൽ ആണ് ഈ അക്ഷയ് താമസിച്ചു വന്നിരുന്നത്. ഇവിടെ 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായി പഠനം തുടരുന്നതിനിടയിലാണ് ഈ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു ഈ അക്ഷയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ വാർഡനും ചേർന്ന് ഈ അക്ഷയെ ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. ഈ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു അക്ഷയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും വിദ്യാർത്ഥികൾ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഈ മറ്റുള്ളവരടക്കം ഈ വിവരം അറിയുന്നത്. വാർഡൻ എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിൽ അതിനോടകം തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. വിയ്യൂർ പോലീസ് അടക്കം ഇപ്പോൾ സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു വരികയാണ്. പ്രജിത്, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദ് ചെയ്തതിൽ ഇൻഡിഗോ വിമാന കമ്പനിക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ഇൻഡിഗോ സിഇഒയ്ക്കാണ് നോട്ടീസ് അയച്ചത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഈ ദിനത്തിലും ഇൻഡിഗോയുടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യോമയാന മന്ത്രാലയം ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്താണ് ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ? പ്രജൻ, എന്തായാലും കഴിഞ്ഞ 5 ദിവസമായിട്ട് വ്യോമയാന മേഖല താറുമാറായ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇൻഡിഗോ വിമാന അധികൃതർക്ക് വ്യോമയാന മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇന്ന് മാത്രം ഏതാണ്ട് 1000ഓളം വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. ഇത് കാരണം ആയിരക്കണക്കിന് ആളുകളാണ് ബുദ്ധിമുട്ടിയത് രാജ്യത്തിനകത്ത് പല പ്രധാന നഗരങ്ങളിലും. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകി. അതിന് പിന്നാലെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഇൻഡിഗോയുടെ ഉദ്യോഗസ്ഥരെ വ്യോമയാന മന്ത്രാലയത്തിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഈ പൈലറ്റുമാരുടെ ഡ്യൂട്ടി പരിഷ്കരണം, ഒപ്പം തന്നെ അവരുടെ വിശ്രമം, ഇതിന്റെ പുതുക്കിയ മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ എല്ലാ വിമാന കമ്പനികൾക്കും നൽകിയതാണ്. പക്ഷേ ഇതനുസരിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ ഇൻഡിഗോ കമ്പനിക്ക് ആയില്ല. ഇത് എന്തുകൊണ്ടാണ്? ഇത് കാരണമാണ് കഴിഞ്ഞ 5 ദിവസമായി ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദായതും ആയിരക്കണക്കിന് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാവുകയും മറ്റു വിമാന കമ്പനികൾ ഇത് മുതലെടുത്ത് വിമാന ടിക്കറ്റ് നിരക്ക് ഉയർത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുകയും പ്രധാനമന്ത്രി അടക്കം ഇടപെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വ്യോമയാന മേഖലയിലെ അത് സാധാരണ നിലയിലേക്ക് എത്തിക്കുമെന്നാണ് ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ ഈ പരിഷ്കരണം അതിന് ഇളവ് വേണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 10 വരെ ഈ പരിഷ്കരണത്തിൽ പൈലറ്റുമാരുടെ ഡ്യൂട്ടി, ഒപ്പം തന്നെ വിശ്രമം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇളവ് വ്യോമയാന മന്ത്രാലയം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറാതെ ഗസയിലെ വെടിനിർത്തൽ പൂർണ്ണമാകില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി പറഞ്ഞു. ഇന്ന് ആരംഭിച്ച ദോഹ ഫോറത്തിലാണ് പ്രതികരണം. വിവിധ രാഷ്ട്രത്തലവന്മാരും നയതന്ത്ര വിദഗ്ധരും പങ്കെടുക്കുന്ന 2 ദിവസത്തെ ദോഹ ഫോറം ഖത്തർ അമീർ ഉദ്ഘാടനം ചെയ്തു. Ceasefire cannot be completed unless there is a full withdrawal of the Israeli forces, there is stability back in Gaza people. ഗസ വെടിനിർത്തൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് വ്യക്തമാക്കിയ ഖത്തർ പ്രധാനമന്ത്രി ഇതൊരു വെടിനിർത്തലായി കണക്കാക്കാനാകില്ലെന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറാതെ വെടിനിർത്തൽ പൂർത്തിയാക്കാനാകില്ലെന്നും കൂട്ടിച്ചേർത്തു. US, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒക്ടോബർ 10 നിലവിൽ വന്ന കരാറിലൂടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള 2 വർഷം നീണ്ട പോരാട്ടത്തിന് ഏറെക്കുറെ വിരാമമായിട്ടുണ്ട്. കരാറിന്റെ 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗസയിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറുകയും ഒരു ഇടക്കാല ഭരണം ഏറ്റെടുക്കുകയും ചെയ്യും. ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ പ്രദേശത്ത് വിന്യസിക്കാമെന്നും 2ാം ഘട്ട കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തുർക്കി, ഈജിപ്ത്, US എന്നിവരുമായി ചേർന്ന് കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രം പരിഹരിച്ചാൽ മതിയാകില്ലെന്നും നീതി ഉറപ്പാക്കുന്ന ശാശ്വത പരിഹാരമാണ് ആവശ്യമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞു. ഫോറത്തിൽ സംസാരിച്ച തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ
സേനയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അതിന്റെ ഘടനയെക്കുറിച്ചും ഏതൊക്കെ രാജ്യങ്ങൾ ഭാഗമാകുന്നു തുടങ്ങിയ നിർണായക ചോദ്യങ്ങൾ നിലനിൽക്കുകയാണെന്നും വിശദീകരിച്ചു. എന്നാൽ ഫലസ്തീനികളെ ഇസ്രായേലിൽ നിന്ന് വേർതിരിക്കുകയായിരിക്കണം പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാന ചർച്ചകളിൽ വിശ്വസ്തയോടെ ഭാഗമാകുക എന്നതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രായോഗിക മാർഗമെന്നും ഫിദാൻ കൂട്ടിച്ചേർത്തു. മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനും പ്രമുഖ വ്യവസായിയുമായ ബിൽ ഗേറ്റ്സ് ഫോറത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. നീതി ഉറപ്പാക്കൽ പുരോഗതിയിലേക്ക് എന്ന പ്രമേയത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ദോഹ ഫോറത്തിൽ 6000-ത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അൻവർ പാലേരി, 24 ദോഹ. എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയുടെ പുതിയ ശാഖ സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ പ്രവർത്തനം തുടങ്ങി. ദമാം, ഖോബാർ, ജുബൈൽ ഭാഗങ്ങളിലുള്ള വിദേശ നിക്ഷേപകർക്ക് സമ്പൂർണ്ണ സേവനമാണ് ലക്ഷ്യം. സ്വന്തം പേരിൽ സൗദിയിൽ ബിസിനസ് ആരംഭിക്കാനും അത് ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ബിസിനസ് സെറ്റപ്പ് സ്ഥാപനമായ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയുടെ സൗദിയിലെ 3ാമത്തെ ശാഖയാണ് കിഴക്കൻ പ്രവിശ്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ദമാമിനും ഖോബാറിനുമിടയിലുള്ള റാഖയിലാണ് പുതിയ ശാഖയുള്ളത്. റാഖയിൽ ഖാലിദ് ബിൻ വലീദ് റോഡിലെ കിനാൻ അൽ ഷർവിയ ബിൽഡിംഗിന്റെ 3ാമത്തെ നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ നാസർ ടിയൻപുരം ഉദ്ഘാടനം നിർവഹിച്ചു. ഫൈസൽ സെഹ്റാനി, അമ്രു അബ്ദുൽ കരീം, ബ്രാഞ്ച് മാനേജർ ബഷീർ തുടങ്ങിയ മാനേജ്മെന്റ് പ്രതിനിധികളും വിശിഷ്ട അതിഥികളും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. കിഴക്കൻ മേഖലയിലെ സംരംഭകരുടെ കൂടി ആവശ്യപ്രകാരമാണ് പുതിയ ബ്രാഞ്ച് ആരംഭിച്ചതെന്ന് നാസർ ടിയൻപുരം പറഞ്ഞു. അല്ലെങ്കിൽ വിദേശികൾക്കുള്ള ലൈസൻസ് ഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ബിസിനസ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ്, ഓഡിറ്റിങ്, സക്ക, വാറ്റ്, ജനറൽ സർവീസ്, എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ സൗദിയിലെ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാവിധ ലൈസൻസുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം ഇക്കാമ നമ്മൾ ഒത്തിരി പേർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ അതും നമ്മൾ വളരെ സുഖമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്. സ്ഥാപിതമായി ചുരുങ്ങിയ കാലം കൊണ്ട് സൗദി, ബഹ്റൈൻ, ഒമാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ച എമറാൾഡ് തങ്ങളുടെ സേവനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ശാഖ ആരംഭിച്ചത്. കുറ്റമറ്റ സേവനമാണ് എമറാൾഡിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ഉപഭോക്താക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിയോട് അറിയേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ തേടിക്കൊണ്ടിരുന്നത്. അത് ഞാൻ എമറാൾഡ് കണ്ടെത്തി. എനിക്ക് പറഞ്ഞ സമയത്തിനായിട്ടും ഉള്ളിൽ, അതായത് എന്നോട് മറ്റുള്ള ആൾക്കാരെല്ലാം 2 മാസം 3 മാസം ലൈസൻസ് എടുക്കാൻ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാസർക്ക് പറഞ്ഞത് 30 ഡേയ്സ് 30 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ ലൈസൻസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1.5 വർഷമായിട്ട് എനിക്ക് വേണ്ട എല്ലാവിധ സർവീസുകളും, അതായത് നിയമപരമായിട്ട് ഏത് ചോദ്യങ്ങൾക്കും എനിക്ക് അന്നേരം എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. വിദേശ നിക്ഷേപകർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് എമറാൾഡ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അന്തരിച്ച കൊയിലാണ്ടി MLA കാണത്തിൽ ജമീലയെ അനുസ്മരിച്ച് ഖത്തർ സംസ്കൃതി. രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം കാത്തുസൂക്ഷിച്ച മികച്ച നേതാവായിരുന്നു കാണത്തിൽ ജമീലയെന്ന് സംസ്കൃതി അനുസ്മരിച്ചു. സംസ്കൃതി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷിഹാബ് തൂണേരി അധ്യക്ഷനായിരുന്നു. കേരള ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ EM സുധീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ബിജു P മംഗളം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ അഹമ്മദ് കുട്ടി അറാളയിൽ, ജസിത്ത ചിന്തുരാജ്, ജബ്ബാർ നന്ദി, രവി മണിയൂർ, റാഷിദ് എന്നിവർ അനുസ്മരിച്ചു. ഖത്തറിൽ ഇന്ത്യൻ കലയെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ സെന്റർ തെലുങ്ക് കലാസമിതിയുമായി സഹകരിച്ച് വെനസ്ഡേ ഫിയസ്റ്റ സംഘടിപ്പിച്ചു. ICC അശോക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇന്ത്യൻ എംബസി കൌൺസിലർ ഡോക്ടർ വൈഭവ് A തണ്ടാലെ മുഖ്യാതിഥിയായി. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ICC അഫിലിയേഷൻസ് വിഭാഗം ഹെഡ് രവീന്ദ്ര പ്രസാദ് സ്വാഗതം പറഞ്ഞു. മധുര തിരുപ്പറൻകുണ്ട്രം കാർത്തിക ദീപ വിവാദത്തിൽ BJPയെ രൂക്ഷമായി വിമർശിച്ച് DMK. BJP ഹിന്ദുക്കളുടെ ശത്രുക്കളെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞു. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലും ഹർജിയും കോടതി ഫയലിൽ സ്വീകരിച്ചു. മദ്രാസ് ഹൈക്കോടതി കേസ് 12-ന് പരിഗണിക്കും. തിരുപ്പറൻകുടത്ത് കലാപമുണ്ടാക്കാനാണ് BJPയും ഹൈന്ദവ സംഘടനകളും ശ്രമിച്ചത്. പ്രദേശത്തെ നാട്ടുകാരല്ല, പുറത്തുനിന്നെത്തിയവരാണ് ശ്രമത്തിന് പിന്നിൽ. പതിറ്റാണ്ടുകളായി കാർത്തിക ദീപം തെളിയിക്കുന്നത് മലയടിവാരത്തെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. മലമുകളിൽ സിക്കന്ദർ ദർഗയോട് ചേർന്ന ദീപത്തൂണിൽ വിളക്ക് തെളിയിക്കണമെന്നായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം. ഇത് പാടില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി 2014-ലും 2017-ലും ഉത്തരവിട്ടിട്ടുണ്ട്. ഈ ഉത്തരവാണ് സർക്കാർ പാലിച്ചതെന്നും TKS ഇളങ്കോവൻ. The RSS, Hindu Munnani, all these people are acting as anti-Hindus, particularly against those Hindus who are living in Tiruparankundram.
So the government want to protect the interest of those people. The government want to protect what was being followed for hundreds of years, and the government want to preserve the two-member judge. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിലെ ജസ്റ്റിസ് GR സ്വാമിനാഥന്റെ ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചു. കൂടാതെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയും അടുത്ത ദിവസം പരിഗണിക്കും. 24 ചെന്നൈ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയാതെ കോടതി. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി തിരുവനന്തപുരം സെഷൻസ് കോടതി. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി നേരിട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ മാസം 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ആദ്യ കേസിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജി നൽകിയത്. എന്നാൽ കോടതി അറസ്റ്റ് തടഞ്ഞില്ല. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയ കോടതി പോലീസിനോട് റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. KPCC പ്രസിഡന്റിന് ഇമെയിൽ അയച്ചത് സ്ത്രീയാണോ എന്ന് പോലും അറിയില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. ആദ്യം രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നു. രാഹുൽ ഒളിവിൽ പോയിട്ടില്ല. രാഹുൽ കോടതിയുടെ കസ്റ്റഡിയിലാണ്. കോടതി പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഹാജരാവും, നാളെ പറഞ്ഞാൽ നാളെ ഹാജരാവും. ആള് ഏത് കോടതിയിലാണോ ആ പെറ്റീഷൻ പെൻഡിങ്, ആ കോടതിയിലെ കസ്റ്റഡിയിലാണ് ആ പ്രതിയുള്ളത്. ഹൈക്കോടതി പറയുകയാണ്, നാളെ എന്നോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന ദിവസം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഹാജരാവും. ഹാജരായില്ലെങ്കിൽ ബെയിൽ ആപ്ലിക്കേഷൻ കോടതിക്ക് കൺസിഡർ ചെയ്യുക പോലും ചെയ്യേണ്ട കാര്യമില്ല. കേസ് 15 പരിഗണിക്കും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. 24 കൊച്ചി. 7 ജില്ലകളിൽ നാളെ കൊട്ടിക്കലാശം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണം നാളെ സമാപിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. പ്രചാരണം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നതോടെ നാടും നഗരവും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നാടിന്റെ മുക്കിലും മൂലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ എത്തിച്ച 20 ദിവസത്തോളം നീണ്ടുനിന്ന ആവേശം നിറഞ്ഞ പ്രചരണത്തിനാണ് നാളെ വൈകുന്നേരം തിരശ്ശീല വീഴുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിലും പൊതു രാഷ്ട്രീയ വിഷയങ്ങൾക്ക് തന്നെയായിരുന്നു പ്രചരണ രംഗത്ത് മേൽക്കൈ. വികസന ക്ഷേമകാര്യങ്ങൾ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി, ശബരിമല സ്വർണ്ണക്കൊള്ള, ജമാഅത്തെ ഇസ്ലാമി ബന്ധം, CPM BJP അന്തർധാര, ദേശീയപാതയുടെ തകർച്ച തുടങ്ങിയവയാണ് രംഗം കൈയടക്കിയത്. ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. UDFന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നിടം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായി ആ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുന്ന നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പ്രതിരോധത്തിലായെങ്കിലും പ്രചരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ കേന്ദ്രീകരിക്കാൻ UDF ശ്രമിച്ചു. ഭരണവിരുദ്ധ വികാരത്തിലൂടെ നേട്ടമുണ്ടാക്കാമെന്നാണ് UDF പ്രതീക്ഷ. സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളിലും സ്വാധീനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ട് BJP മുന്നണിയും വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഈ മാസം 11-ന് വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ പാലക്കാട് വരെയുള്ള വടക്കൻ ജില്ലകളിലെ പ്രചരണം 9-ന് സമാപിക്കും. 24 തിരുവനന്തപുരം. AI വീഡിയോകൾ പ്രചാരണ രംഗം ഭരിക്കുന്ന കാലത്ത് കണ്ണൂരിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട്. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിക്കായി വോട്ട് തേടുന്നത് പോസ്റ്റ് കാർഡുകൾ വഴിയാണ്. യുവജന പ്രവർത്തകർ പോസ്റ്റ്മാൻമാരായി വീട്ടിലെത്തിയാണ് പോസ്റ്റ് കാർഡുകൾ കൈമാറുന്നത്. കാക്കി യൂണിഫോമിൽ സഞ്ചിയും തൂക്കി സൈക്കിളിൽ മണിയടിച്ചു വരുന്ന പോസ്റ്റ്മാനെ ഓർമ്മയുണ്ടോ? അങ്ങനൊരു കാഴ്ച കണ്ട കാലം മറന്നു കാണുമല്ലേ? ദേ ഇങ്ങ് കണ്ണൂരിൽ പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെത്തിയാൽ ഇപ്പോൾ നിരവധി പോസ്റ്റ്മാൻമാരെ കാണാം. പോസ്റ്റ് കാർഡുമായി പോകുന്ന ഈ പോസ്റ്റ് വുമണിന് കാർഡിൽ എന്താണുള്ളതെന്ന് നേരത്തെ അറിയാം. 16-ാം വാർഡ് LDF സ്ഥാനാർത്ഥി VV ബീനയ്ക്കായുള്ള വോട്ട് അഭ്യർത്ഥന. പോസ്റ്റ് കാർഡ് വഴി ഒരു നൊസ്റ്റു വോട്ട് തേടൽ. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ നിന്നും LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബീനേച്ചിക്ക് വേണ്ടി ഇത്തരത്തിലൊരു പോസ്റ്റ് കാർഡ് മാതൃകയിൽ വീട് വീടാന്തരം കയറി
വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രചരണ പ്രവർത്തനം, ഒരു ക്യാമ്പയിൻ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിൽ അന്യം നിന്ന് പോകുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് ഏത് തരത്തിൽ നമുക്ക് പ്രചരണം നടത്താം എന്നുള്ളൊരു ആലോചനയുടെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. DJ ഷോയും മാസ് BGM റീലും ഒന്നും വേണ്ട സാധാരണക്കാരുടെ വോട്ട് പിടിക്കാൻ. ജെൻസി പിള്ളേർക്ക് പഴയകാല പോസ്റ്റ്മാനെയും പോസ്റ്റ് കാർഡുമൊക്കെ കാണാനുള്ള ഒരവസരം കൂടിയാണ് LDF പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. 24 കണ്ണൂർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLAയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന് EDയുടെ നോട്ടീസ്. കൊച്ചി ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. 5 വർഷം കൊണ്ട് PV അൻവറിന്റെ ആസ്തി 64 കോടിയായി ഉയർന്നത് അന്വേഷിക്കും. PV അൻവർ ബെനാമി ഇടപാട് നടത്തിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. 24 ബിഗ് ബ്രേക്കിംഗ്. മുൻ MLA PV അൻവറിനെതിരെ MLP ആക്ട് പ്രകാരമാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. ED കൊച്ചി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരാകാനാണ് നോട്ടീസ്. മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ട് 2022 സെക്ഷൻ 17 പ്രകാരമുള്ള നടപടിയാണ് ED ആരംഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 21 അൻവറിന്റെ വീട്ടിലും വിവിധ സ്ഥാപനങ്ങളിലും KFC ഓഫീസിലും ED റെയ്ഡ് നടത്തിയിരുന്നു. അന്നത്തെ റെയ്ഡിൽ കിട്ടിയ രേഖകളുടെയും ED കണ്ടെത്തിയ നിർണായക വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. 2016 14 കോടി 38 ലക്ഷം രൂപ മാത്രം ആസ്തിയുണ്ടായിരുന്ന PV അൻവർ 2021 അത് 64 കോടി 14 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമുള്ള ഈ 5 വർഷം കൊണ്ട് സ്വന്തം സമ്പാദ്യം 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നാണ് EDയുടെ വിലയിരുത്തൽ. ബിനാമി പണമിടപാടുകളിൽ വിശദമായ അന്വേഷണം ED നടത്തുന്നുണ്ട്. അൻവറിന് പണം നൽകിയവരിലേക്കും അന്വേഷണം നീങ്ങുകയാണ്. രാജ്യത്തിന് പുറത്തുനിന്നും അനധികൃതമായി പണം വന്നതായും EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അൻവറിനെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചിരിക്കുന്നത്. 24 കോഴിക്കോട്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.